ഇന്ന് നമുക്ക് എമറാൾഡ് ബുദ്ധ ടെമ്പിളിൻ്റെ അകത്ത് പോയ വിശേഷങ്ങൾ നോക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രഭാഗം പൊൻതിളക്കവും ഗ്ലാസ് മൊസൈക്കുകളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ഹിന്ദുബുദ്ധ പൗരാണിക രൂപങ്ങൾ, ഗരുഡ രൂപങ്ങൾ, ദൈവിക പ്രതിമകൾ എന്നൊക്കെ കുറേ കാണാം. ഈ ടെമ്പിളിനകത്ത് മങ്സ് താമസിക്കുന്നില്ല. പ്രത്യേക ആരാധനകൾക്കും റോയൽ റിച്വൽസിനും വേണ്ടി മാത്രമാണ് ഈ ടെമ്പിൾ ഉപയോഗിക്കുന്നത്. ഈ ക്ഷേത്രം തായ് പീപ്പിളിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇവിടെ രാജകീയ ചടങ്ങുകൾ മീൻസ് റോയൽ റിച്വൽസ് ചിലതൊക്കെ നടക്കാറുണ്ട്. അത് നാടിൻ്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കുമായി വേണ്ടി മാത്രമുള്ളതാണ്. ഇത് നമ്മുടെ രാജാക്കന്മാരുടെ ഒരു പ്ലേസാണ്. ഇവിടെ ഈ രാമ 1 to 9 വരെയുള്ള എല്ലാ രാജാക്കന്മാരുടെയും സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെയിൻ ടെമ്പിളിനകത്ത് കയറുന്ന സമയത്തുള്ള എൻട്രൻസിൻ്റെ പ്ലേസ് ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ ആർട്ട് വർക്ക്. ഇതാണ് നമ്മുടെ എമറാൾഡ് ബുദ്ധ. എമറാൾഡ് ബുദ്ധ എന്ന പേരുണ്ടെങ്കിൽ പോലും 66 സെൻറ്റിമീറ്ററുള്ള ഒരു ജേഡ് സ്റ്റോണിൽ ഉണ്ടാക്കിയതാണ് ഈ പ്രതിമ. എല്ലാ ബുദ്ധ ടെമ്പിളിലും ഇങ്ങനൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അവരെ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ വെള്ളം എടുത്തിട്ട്, അത് റോസ് വാട്ടറൊക്കെ കലർത്തിയ ഒരു തീർത്ഥം പോലത്തെ വെള്ളമാണ്. അത് നമ്മൾ ബുദ്ധ ഭഗവാന്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇവിടെയുള്ള ബുദ്ധ സ്റ്റാച്യുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 15th സെഞ്ച്വറിയിൽ ഇന്ത്യയിലോ ശ്രീലങ്കയിലോ മറ്റോ ഉണ്ടാക്കിയതാണ്. ഈ പ്രതിമയ്ക്ക് വർഷത്തിൽ 3 തവണ വസ്ത്രം മാറ്റുന്ന ചടങ്ങുണ്ട്. ആ 3 രൂപങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ 3 സീസണിൽ രാജാവാണ് ബുദ്ധന് ഡ്രസ്സ് മാറ്റി കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം പിന്നെ കാണാം.